ഭ്രാന്തനാണ്. ഞാനും ഫുട്ബോൾ ഭ്രാന്തനാണ്. പക്ഷേ ഇയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള ആളാണ്, ഞാൻ ലയണൽ മെസ്സിയുടെ ആളാണ്. പക്ഷേ ഞങ്ങൾ വലിയ സൗഹൃദത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇപ്പം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും പരാജയങ്ങളും LDFിനുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ നിരീക്ഷണം, വിലയിരുത്തൽ, അതറിയാനാണ് ഇവർ രണ്ടുപേരും, ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നവരാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടത്. അവർ ചില വിമർശനങ്ങളും പറഞ്ഞു. ആ വിമർശനങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അവർ സർവസമ്മതമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 10 വർഷം പൂർത്തിയാക്കുന്ന LDF ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയെക്കുറിച്ചും ഒരു അഴിമതി ആരോപണവും ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലടക്കം അയൽ സംസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് ഭരണം നടക്കുന്ന ശ്രീമതി സിദ്ധരാമയ്യയുടെ കർണാടകയിൽ ബുൾഡോസർ കൊണ്ടുപോയി വീടുകളും മറ്റും ഇടിച്ചു നിരത്തുകയും അത് വർഗീയമായ പ്രശ്നങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ, കലാപങ്ങൾ, കുരുതികൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ അത്തരത്തിലുള്ള യാതൊരു വർഗീയമായ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നാൽ ഭരണത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ, ജനങ്ങൾക്കിടയിലുള്ള ചില പരാതികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തരത്തിൽ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വിമർശനങ്ങളും, ആ വിമർശനങ്ങളെല്ലാം ഇവിടെ പറയേണ്ടതില്ല. പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാവുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു. അതിന് അവരോട് നന്ദി പറയുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രയോജനം ഇതുവഴി ഉണ്ടാകും എന്നാണ് ഈ ഭവന സന്ദർശനം നടത്തിയപ്പോൾ വ്യക്തമായത്. എല്ലാ കാലത്തും പാർട്ടി ചെയ്തിട്ടുള്ളതാണിത്. ഇപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ സമയം ഡൽഹിയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ആൾ ഇവിടെ ഇങ്ങനെ എൻ്റേതെന്ന് പറയപ്പെടുന്ന ജില്ലയാണല്ലോ കൊല്ലം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നിങ്ങളിവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഭവന സന്ദർശനം തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നൊരു കാര്യം, പാർട്ടിക്കും LDFിനും വളരെ സഹായകരമായ വിധത്തിലുള്ള വിമർശനങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് തരാൻ ഈ വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ ആദരണീയരായ സുഹൃത്തുക്കൾ, പ്രദേശത്തെ ആളുകളെല്ലാം പരിചയമുള്ളവരാണ്. അവരുമായിട്ടുള്ള ഈ ആശയവിനിമയം പാർട്ടിക്കും LDFിനും വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരും എന്നാണ് ചുരുക്കി പറയാനുള്ളത്. മറ്റൊരു കാര്യം, കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയിരുന്നു, പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഐശ്വര്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർട്ടി, അപ്പോൾ അവർക്കൂടെ അവഗണനയൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കൊട്ടാരക്കരയിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു കാര്യം പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുന്നു അവരിപ്പോൾ നിൽക്കുകയാണെങ്കിൽ പോലും? അഡ്വക്കേറ്റ് ഐഷ പോറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരാളാണ്. സമീപ നാളുകളിൽ എനിക്കെല്ലാം പരിചയമുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വിവരം അറിഞ്ഞപ്പോൾ ഐഷ പോറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്ദേശം അയക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കുണ്ട്രയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് 2006 തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു വന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ചും എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ്. കാരണം CPIMൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് CPIMൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് അവസരം കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിനുശേഷം 3 തവണ MLA ആകാനുള്ള അവസരം
അഡ്വക്കേറ്റ് ഐഷ പൊറ്റിക്ക് പാർട്ടി കൊടുത്തു. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായി LDFിൻ്റെ ഭാഗമായും ഐഷ പൊറ്റി പ്രവർത്തിക്കുകയും പാർട്ടിക്കും LDFിനും ഐഷ പൊറ്റി ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും LDFും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നല്ല ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പൊറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA ആക്കുകയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടി വരുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ആ പാർട്ടി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പിന്നെ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് ഫോറത്തിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പല പല മേഖലകളിലുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഐഷ പൊറ്റി പ്രവർത്തിച്ചിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി ഒരുപാട് പ്രശസ്തിയും അംഗീകാരവും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരുന്നു, 3 തവണ MLA ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷ പൊറ്റി കോൺഗ്രസിൽ ചേരുന്നു എന്തെങ്കിലും വാർത്തയാകുമായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൽ താൻ ചേരുന്ന ഒരു വാർത്തയാകാൻ തക്ക പ്രാധാന്യം തനിക്ക് തന്ന ഈ പാർട്ടിയെ ഇങ്ങനെ മറന്നിട്ട് അഡ്വക്കേറ്റ് ഐഷ പൊറ്റി പോകാൻ പാടില്ലായിരുന്നു. ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ എൻ്റെ ടെലിഫോൺ നമ്പറുണ്ട് ഐഷ പൊറ്റി. ഞങ്ങളിടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറില്ല. അപ്പോൾ ഇത് പിന്നെ അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വലിയ മതിപ്പുണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കെന്തായാലും അത് വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ്. ഇത് കൊട്ടാരക്കരയിലെ തിരഞ്ഞെടുപ്പിനെയോ കൊല്ലം ജില്ലയിലെയോ കേരളത്തിലെയോ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെയോ ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തിക്കാൻ കഴിയുന്ന പശ്ചാത്തലമല്ല പാർട്ടിയിലുള്ളത് എന്നാണ് ഐഷ പൊറ്റി ഇന്നലെ പറഞ്ഞത്. പിന്നീട് ഈ MLA ആയ ശേഷം പല പരിപാടിയിലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചു. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം ഉന്നയിക്കാനും ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ സന്ദർഭങ്ങളുണ്ട്, പാർട്ടി കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റി ഒന്നും ഇല്ലാത്തവരെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഫോൺ വിളിച്ചാൽ ഞങ്ങളെ കിട്ടും, ഞങ്ങളെ ആരെയും കിട്ടും. അപ്പം ഇപ്പം നമ്മൾ ഇവരുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു അവസരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ ഐഷ പൊറ്റി സ്വീകരിച്ചത്? രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ വേദികളിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ എതിർപാളയത്തിലേക്ക് ഇങ്ങനെ പോവുക. ആ എതിർപാളയത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒട്ടും ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാകുന്ന ഒരു കാര്യമല്ല. മതിയല്ലോ. കോൺഗ്രസിൽ നിന്ന് MLA കൂട്ടത്തോടെ NDAയിലേക്ക് പോകും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബീഹാറിലെ 6 MLA ഈ കഴിഞ്ഞ ദിവസം NDAയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഇതെല്ലാം പത്രങ്ങളിൽ ഒരേ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ടുള്ള BJPയുടെ MPമാരിൽ 100-ലധികം ആളുകൾ മുമ്പ് കോൺഗ്രസിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നവരാണ്. മുഖ്യമന്ത്രിമാർ, BJPയുടെ മുഖ്യമന്ത്രിമാർ പലരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു. ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എല്ലാം ചുമതല കൂടി വഹിക്കുന്ന, ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു. ഇപ്പം BJPയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പം കോൺഗ്രസിലേക്ക് പോകുന്ന പലരും കോൺഗ്രസിലൂടെ BJPയിലേക്ക് പോകാനാണ്. കോൺഗ്രസിനും BJPക്കും ഇടയിൽ പാലമുണ്ടാക്കുന്ന സമീപനവുമുണ്ട്. എൻ്റെ സഹോദരി അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയെക്കുറിച്ച് അത് പറയുന്നതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട്. RSSൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും
ഒരു സന്ദർഭത്തിൽ അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറഞ്ഞതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.